നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്ത വിഷയം ഖാസയെക്കുറിച്ചാണ്. കേരളത്തിലെ ധാരാളം കക്ഷികൾ ഉണ്ട്, രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതിൽ മതപരമായിട്ടുള്ള കക്ഷികളുണ്ട്. ഹിന്ദുക്കൾ BJP എന്ന് പറയുന്ന സംഘടനയുമായിട്ട് പോകുന്നു. മുസ്ലിംസിന് അങ്ങനെ കുറേ സംഘടനകളുണ്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യൻസിന് ഇപ്പോൾ ഖാസ എന്നൊരു സംഘടന അവരുടെ രക്ഷകരായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള സോണി തന്നെയാണ് നമ്മുടെ ഈ ചർച്ച ഇരിക്കുന്നത്. അപ്പം സോണിയോട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാം. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, ഈ ഖാസയുടെ നിലപാട് എന്താണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? അത് എങ്ങോട്ടാണ് ഈ കുഞ്ഞാടുകളെ നയിച്ചു കൊണ്ടുപോകാൻ? അതായത് കേന്ദ്രത്തിൽ ഉടനെയെങ്കിലും കോൺഗ്രസ് വരിക എന്നൊരു സങ്കല്പത്തിൽ BJPയോട് ചേർന്ന് അധികാരം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് എനിക്ക് ഖാസയെ പറ്റി വിശ്വസിക്കാൻ പറ്റുന്നത്. ആ സംഘടന ഒരിക്കലും സമുദായങ്ങൾക്ക് ഒരിക്കലും ഒരു ഗുണമുണ്ടാകില്ല. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് മുസ്ലിം വിരോധം ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുത്തിവെച്ച് ഇവിടെ അതിരുകവിഞ്ഞ വർഗീയത ഉണ്ടാകും. ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് ഖാസ. അതിനു വേണ്ടി ധാരാളം ചില ബിഷപ്പുമാരുടെയും ചില വൈദികരുടെ ഒക്കെ കൈകളുണ്ട്. ശരി, ഒരു സമുദായത്തെ എങ്ങനെയൊക്കെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താവോ അതൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് ഈ ഖാസയെ കുറിച്ച് വിലയിരുത്തുന്നത്. ഒരു ക്രൈസ്തവ സമുദായ അംഗം എന്ന നിലയിൽ ഈ ഖാസ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെടുത്തിയുള്ള ബിഷപ്പുമാരുടെ താല്പര്യം എന്തെങ്കിലും ഉണ്ടോ, അതുകൊണ്ടൊന്നും സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യില്ല എന്നുള്ളതാണ് എന്റെ അല്ല, ഞാൻ ചോദിക്കുന്നത് ഖാസയുടെ ആവശ്യം മുസ്ലിംസിന് തന്നെ എത്രയോ സംഘടനകൾ മുസ്ലിംസിന്റെ രക്ഷകരായിട്ടുണ്ട്. PDP ഉൾപ്പെടെ ധാരാളം കക്ഷികളാണ് മുസ്ലിംസിന് സംരക്ഷകരായിട്ടുള്ളത്. അവർ സമയത്ത് ഒരേപോലെ ആകുകയും അവരുടെ ഇലക്ഷൻ വോട്ടുകൾ നേടി ഭരണത്തിൽ അവർ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യുക, ഭരണം നിയന്ത്രിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകുക. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹം നിലകൊള്ളുന്നത്. അതേപോലെ തന്നെ BJPയുടെ വളർച്ച അഭൂതപൂർവ്വ വളർച്ചയാണ്. ഇതിനിടയ്ക്ക് ക്രിസ്ത്യാനിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കൂടാ? ഇല്ല, രാഷ്ട്രീയ പാർട്ടി ക്രിസ്ത്യാനിക്ക് ആകാൻ മേലെന്ന് പറഞ്ഞല്ലോ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഒരു കേരള കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടി. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തെ പ്രത്യേകിച്ച് കത്തോലികത്തെ മുൻനിർത്തി പോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. പ്രത്യേകിച്ച് കർഷകർക്ക് വേണ്ടിയും കാർഷിക മേഖലയ്ക്ക് വേണ്ടിയൊക്കെ ഘോരം ബാധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അതുപോലെയുള്ള മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാസയുടെ ഉൽപ്പാദം പോലെയല്ലല്ലോ. SDPI പോലെയോ ജമാഅത്ത് ഇസ്ലാമി പോലെയോ PDP പോലെയോ അതുപോലെ തന്നെ RSS പോലെയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഖാസ. അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം പ്രീണനം, അതായത് ഇടത് വലത് മുന്നണികൾ മുസ്ലിമിനോട് പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഖാസ. പക്ഷെ എത്രമാത്രം പ്രീണനമാണ് ഈ മുസ്ലിംസിനോട് ഈ രണ്ട് മുന്നണികളും ചെയ്തിരിക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് വിലയിരുത്തണം. ഇപ്പം പ്രീണനം നടത്തിയിരിക്കുന്ന കൂടുതലും രണ്ട് മുന്നണികളും, ഇപ്പോൾ CPM ആയാലും LDF ആയാലും പല കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ആയാലും പ്രീണനം നടത്തിയിരിക്കുന്ന കൂടുതലും ഹിന്ദുക്കളോടും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനോടും തന്നെയാണ്. ഇന്നവരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ക്രിസ്ത്യൻ സമുദായത്തിൽ നമുക്ക് എടുത്തു പറയാൻ ഒരു മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ഉമ്മൻചാണ്ടി, ആന്റണി. അല്ല, 6 മാസത്തോളം മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അല്ല, മുഖ്യമന്ത്രി 6 മാസക്കാലം. ഇതിപ്പം മുസ്ലിം ലീഗ് പ്രീണനം നടത്തി എന്നല്ലല്ലോ പറയുന്നത്. കോൺഗ്രസ് അല്ലെങ്കിൽ CPM പ്രീണനം നടത്തുക എന്നുള്ളതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ഏറ്റവും അധികം പ്രീണനം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ആകുന്ന ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് CPM ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. കഴിഞ്ഞ VS അച്യുതാനന്ദന്റെ കാലത്താണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോയി CPM തുടർഭരണം കിട്ടിയപ്പോൾ മുസ്ലിം വാദത്തിൽപ്പെട്ട പാലോളി മുഹമ്മദ് കുട്ടിയെ വരുത്തി കെട്ടിയിരുന്നു ഇടതുപക്ഷം. പക്ഷെ അവസാനം വന്നത് VS അച്യുതാനന്ദനായിരുന്നു. അപ്പം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ വളർത്തിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ടോ ഈ രണ്ട് പ്രസ്ഥാനവും തയ്യാറായിട്ടില്ല. CPM ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമായിട്ടും. പിന്നെ എങ്ങനെയാണ് ഇവരോടുള്ള പ്രീണനം എന്ന് പറയുന്നത്? ഇങ്ങനെ ഇവരോട് പ്രീണിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡറെടുത്തിരിക്കുന്നതാണല്ലോ ഈ ഖാസ പോലുള്ള പ്രസ്ഥാനങ്ങൾ. ഖാസ കൊണ്ട് ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഖാസയ്ക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രീണന നയങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. ഇരുകക്ഷികളും പ്രീണിപ്പിക്കുന്നില്ല എന്നൊന്നും നഗ്നമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളും എല്ലാവരും പ്രേക്ഷകരും ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രീണന നയങ്ങളുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് വളരെ ശക്തമാണ്. ആ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എങ്ങനെയെങ്കിലും അടർത്തിയെടുക്കാനായിട്ട് ഇരുകക്ഷികളും എല്ലാ വിധത്തിലുള്ള മാർഗങ്ങളും ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് അതിനെ ശക്തമായി പ്രതിരോധിക്കും. ഈ രാഷ്ട്രീയ നിലപാടുകളെ, മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവികളെ നിയന്ത്രിക്കാൻ അവർക്കും അവകാശമില്ലേ? അവർക്കും അത് താല്പര്യപ്പെട്ടാൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അത് സ്വാർത്ഥ താല്പര്യവും അധികാരവും ആഗ്രഹിക്കുന്നവർക്ക് ശരിയാണ്. പക്ഷേ ക്രൈസ്തവ സമുദായത്തിന്റെ മാനവ സ്നേഹമാണ്.
ക്രിസ്തു പഠിപ്പിച്ചിരുന്ന ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് പറയുന്നത്. അപ്പൊ ആ ഒരു നിലപാട് ഇല്ലാതെ ഒരാളെ ഒരു സമൂഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് മറ്റൊരു സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു ശത്രുത വളർത്തിയെടുത്തുകൊണ്ട് ഇവിടെ നടത്തുന്ന ഇപ്പോൾ കാസേപ്പുള്ളവർ നടത്തുന്നത് കൂടുതലും രാഷ്ട്രീയവും അധികാരവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കുപോക്ക് തന്നെയാണ്. അല്ലാതെ ഒന്നും പറയാനില്ല. അത് ഒരിക്കലും ഒരു സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കപ്പെടുന്ന ഒന്നല്ല. പിന്നെ രണ്ടാമത് BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിലെ കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അത് ഈ കേരളത്തിലും കൂടി അവർ കോൺഗ്രസ് ഇല്ലാതായാൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം വന്നു കഴിഞ്ഞു. അപ്പം മുസ്ലിംസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വോട്ട് BJPക്ക് ലഭിക്കില്ല എന്നുള്ളത് എക്കാലവും BJPക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. കാസ BJPയെ പിന്താങ്ങുന്നു എന്നുള്ള തെറ്റാണോ കാസയിൽ ആരോപിക്കുന്നത്? അല്ല, BJPയെ പിന്താങ്ങുന്നുള്ളതല്ല. ഒരു സമുദായത്തെ ഒരു സ്വാർത്ഥ താല്പര്യം വെച്ച് രാഷ്ട്രീയ അധികാരം വെച്ച് അല്ല ഞാൻ ചോദിക്കുന്നത്, ഇടതിനെയോ വലതിനെയോ പിന്താങ്ങിയാൽ ഈ സോണിയുടെ ഈ വിരോധത്തിന് മാറ്റം ഉണ്ടാവുമോ? ഇല്ല, കാസയ്ക്കോ ക്രിസ്ത്യൻ സമുദായത്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒന്നും. അല്ലെ ഒരു പ്രസ്ഥാനത്തിൽ മതത്തിലുള്ളവരോ സമുദായത്തിലുള്ളവരോ അവർ ഇഷ്ടമുള്ള പാർട്ടി വോട്ട് ചെയ്യട്ടെ. അത് അവരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസമാണ്. അല്ലാതെ അതിന്റെ പേരിൽ തങ്ങളെ ഇന്ന പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു സംഘടന ഉണ്ടാക്കി സമൂഹത്തെ മുഴുവൻ അങ്ങോട്ട് എത്തിക്കാൻ പോകുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഇപ്പം ക്രിസ്ത്യൻസിന് BJPയോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവുകയും അവിടേക്ക് അവരോടൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നതൊക്കെ തൃശ്ശൂരൊക്കെ നമ്മൾ പ്രകടമായിട്ട് കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ക്രിസ്ത്യൻസ് BJPയിലേക്ക് ഒഴുകി പോയി കഴിഞ്ഞാൽ തിരിച്ച് ക്രിസ്ത്യൻസിന് ആ ഒരു വോട്ട് തിരിച്ച് കിട്ടില്ല. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒരു കൊട്ട വെച്ച് ആ കൊട്ടയ്ക്കകത്ത് ഇവരെയെല്ലാം വെച്ചിട്ട് അതുകൊണ്ട് അവരെ വെച്ചിട്ട് BJPയെ സപ്പോർട്ട് ചെയ്യുകയും നാളെ ആവശ്യമെങ്കിൽ ഈ പിന്തുണ പിൻവലിക്കണമെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകണ്ട, നമുക്ക് LDFനോടൊപ്പം പോകാം അല്ലെങ്കിൽ UDFനോടൊപ്പം പോകാം എന്ന രീതിയിൽ അവരെ ഒരു കൊട്ടയ്ക്കകത്താക്കി ഒരു കൂടിനകത്താക്കി ഒരു ബാർഗെയിൻ ചെയ്യുന്ന ഒരു പവറാക്കി മാറ്റി നിർത്തുന്നത് അതല്ലേ നല്ലത്? അതോ ഇവരെല്ലാം BJPയിലേക്ക് പോയി ലയിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഒരിക്കലും ക്രിസ്ത്യൻ സമൂഹത്തിന് ആ വോട്ടുകൾ തിരിച്ചു കിട്ടില്ല എന്നുള്ള ബോധ്യമാണോ? അല്ല, BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPക്ക് അറിയാം BJPയുടെ ചിഹ്നത്തിൽ BJP ഏകപക്ഷീയമായിട്ട് നിന്നാൽ ക്രിസ്ത്യൻസിനെ എത്രമാത്രം പ്രീണിപ്പിക്കാൻ ശ്രമിച്ചാലും BJP ഒറ്റയ്ക്ക് നിന്ന് ഒരു മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിന്റെ വോട്ടുകൾ ഒറ്റയ്ക്ക് നേരിട്ട് ലഭിക്കില്ല എന്ന് BJPക്ക് അറിയാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് മേടിക്കാനായിട്ട് വേണ്ടി മാത്രമാണ് കാസ പോലുള്ള സംഘടനകളെ സൃഷ്ടിച്ചെടുക്കുന്നത്. അതിന് വലിയ രീതിയിലുള്ള പിന്തുണ BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം തന്നെ ബിഷപ്പുമാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി വന്നാലും ഒക്കെ ബിഷപ്പുമാരും ഒക്കെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയൊക്കെ BJP നേതൃത്വം അച്ഛന്മാരെയും ബിഷപ്പുമാരെയൊക്കെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നയം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിന് നേട്ടം കൊയ്യുന്നതാണ് ബിഷപ്പുമാരും നേതാക്കന്മാരും മാത്രമേ ഉള്ളൂ, അല്ലാതെ സമുദായമല്ല. സമുദായത്തിൽ ഇങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ മതസ്പർദ്ധയോ രാഷ്ട്രീയ സ്പർദ്ധയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്ന അതല്ല. ക്രിസ്ത്യാനിറ്റി മാനവ സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. അല്ല ഒരു സമുദായത്തെ അകറ്റി മുസ്ലിങ്ങൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഒന്നിച്ച് എതിർക്കുകയാണെന്ന് പറയുന്ന അല്ലല്ലോ അർത്ഥം ആയിരിക്കുന്നത്. അവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്താൻ അവരെ ഒരു കരുവാക്കുന്നു. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനായിട്ട്. എന്തായാലും മുസ്ലിംസിന്റെ വോട്ട് BJPക്ക് ഇല്ലെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മുസ്ലിം വിരോധം ക്രിസ്ത്യൻ സമൂഹത്തിൽ കുത്തിവെക്കുന്നതാണ് കാസ, അതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയാൻ കൃത്യമായ കാരണങ്ങൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇല്ല, അത് പറയാം. മുസ്ലിം വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിംസിന്റെ എല്ലാ പരിപാടിയിലും മുസ്ലിംസിന്റെ എന്ത് ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാലും മറ്റുള്ള സമുദായക്കാരെ കൂടെ പങ്കെടുപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുള്ളതാണ്. മറ്റുള്ള സമുദായങ്ങളിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ കാലത്തിൽ അങ്ങനെ നടക്കുന്നില്ല. പോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഇങ്ങനെ എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നില്ല. അത് ഈ ഒരു പ്രസ്ഥാനത്തിൽ വളർത്തിയെടുക്കുന്നില്ല. അവരവിടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആൾക്കാരെ വളർത്തിയെടുക്കുന്നു, ചില സംഘടനകളെ വളർത്തിയെടുക്കുന്നു. കോൺഗ്രസ്സുകാരെപ്പോഴും ക്രിസ്ത്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് കോൺഗ്രസ്സിലായിരുന്നു UDFിലായിരുന്നിട്ട് പോലും ആ പൗരത്വ പ്രശ്നങ്ങളിലൊന്നും വളരെ സജീവമായിരുന്നില്ല. അപ്പോൾ അവിടെ CPM മുതലെടുക്കുകയാണ്. കാരണം CPM ഈ പറഞ്ഞ പോലെ തന്നെ കുറെ മുസ്ലിം വോട്ടുകൾ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ആ സമയത്ത് ആ പ്രശ്നത്തോടൊപ്പം നിന്നു. ആത്മാർത്ഥമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോഴും കോൺഗ്രസ് നിശബ്ദത പാലിക്കുക. അത് പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ക്രൈസ്തവരുടെ പ്രീതി നഷ്ടപ്പെടുമെന്ന് കണ്ടോണ്ട് മുസ്ലിംസിനെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രീതി നഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇത്രയും വർഗീയപരമായ ഒരു തീവ്ര വർഗീയത മുസ്ലിംസിന്റെ ഇടയിൽ മാത്രമല്ല ക്രിസ്ത്യൻസിന്റെ ഇടയിലും ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിന് ഈ കാസ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. നാളെ ഇത് വലിയ വിപത്തിലേക്ക് മാത്രമേ കലാശിക്കുകയുള്ളൂ. ഇതുകൊണ്ട് സമൂഹത്തിനോ ആളുകൾക്കോ ഒന്നും ഒരു ഗുണമുണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുറേ പേര് ഇതിനെ മുതലാക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം.
അപ്പോൾ നമ്മുടെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ മതമായിട്ടും രാഷ്ട്രീയമായിട്ടും കാണുക ആണ് ഏറ്റവും നല്ലത്. ഒരാൾക്ക് ഒരു മതത്തിന് ഒരു പാർട്ടി ഉണ്ടാക്കി വരുമ്പോൾ മറ്റൊരു മതവും ഒരു പാർട്ടി ഉണ്ടാക്കുക, അങ്ങനെ ഒരു മതങ്ങളുടെ പാർട്ടികൾ മാത്രം ഭരിക്കുന്ന ഒരു ഇന്ത്യയോ ഒരു കേരളമോ അല്ല നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ജനാധിപത്യ ബോധത്തോടെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിസഭയെ ഉണ്ടാക്കാനും ഒരു ഭരണവർഗത്തെ ഉണ്ടാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിൽ ജാതിയും മതവും ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. കാസ ഇപ്പം വന്നതാണ്, ഇതിന് മുൻപിൽ വന്നതുണ്ട്. ഇവരോടെല്ലാം പറയാനുള്ളത്, നമ്മൾക്ക് ഈ സംഘടനകളല്ല വേണ്ടത്, മനുഷ്യനായിട്ട് കാണുന്ന സംഘടനകളാണ് വേണ്ടത്. കാസയുടെ ഉത്ഭവത്തെ അത് ഒരു രാഷ്ട്രീയ കക്ഷിയായി കാണാൻ ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു സംഘടനയാവാം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.